ഗൈസ്, ഇന്ന് എൻ്റെ കയ്യിലിരുന്ന ഒരു ലോങ് ടോപ്പിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഒരു ഫീഡിങ് കുർത്തിയായിരുന്നു. എനിക്കിത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല എപ്പോഴും ഡെയിലി യൂസിനൊക്കെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് എന്തുകൊണ്ട് നമുക്കൊരു ആലിയ കട്ടിൻ്റെ ടോപ്പാക്കിക്കൂടാ. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ കൈയുടെ പിന്നെ ടോപ്പിൻ്റെ മേളിലത്തേതും താഴത്തേതും തമ്മിലുള്ള സ്റ്റിച്ചും എല്ലാം വേർപെടുത്തി ഇതുപോലെ പീസസ് ആക്കി. അതിനുശേഷം ഞാൻ ഈ താഴത്തെ പോർഷൻ വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് തയ്ക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് താഴത്തെ ലോവർ പോർഷനിലെ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കട്ടിങ് ചെയ്യുന്ന ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പീസും നമ്മൾ വേറെ വേറെ ആയിരിക്കും മാർക്കിങ് കൊടുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിലെ പോർഷന് വേണ്ടി ഇതുപോലെ കഴുത്തകലം 3, ഷോൾഡർ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴേക്ക് ഞാൻ ആം ഹോൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഒന്ന് തേച്ചിട്ട്, റയോണിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ഒന്ന് തേച്ചിട്ടൊക്കെയാണ് നമ്മൾ മാർക്കിങ് ചെയ്യുന്നത്, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എനിക്ക് മടി കാരണം ഞാൻ തേച്ചൊന്നുമില്ല. അതിന് ശേഷം ഞാൻ ആലിയ കട്ടിൻ്റെ ആ ഡിസൈൻ വരാൻ വേണ്ടി ഞാൻ ടോപ്പിൻ്റെ ലെന്ത് ഞാൻ 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് മുകളിലേക്ക് മാറ്റി ഞാനിതുപോലെ ഒരു പോയിൻ്റ് വരച്ചു കൊടുക്കുന്നു. അതിലൂടെയാണ് നമ്മൾ ഈ ആലിയ കട്ടിൻ്റെ ചെരിച്ചുള്ള ഡിസൈൻ നമുക്ക് വരാൻ പോകുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു വീനക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ആ 2 പോയിൻ്റ് തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി ആലിയ കട്ടിൻ്റെ ആ ഒരു 2 പോയിൻ്റ് തമ്മിൽ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ ചെസ്റ്റിൻ്റെ അളവ് 10 + 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ഇച്ചിരി ലൂസായിട്ട് കിടക്കാൻ വേണ്ടി. അരയുടെ അവിടെ ഞാൻ ഇതുപോലെ 9 + 2.5 സീമിങ് അലവൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത് വെച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ക്ലോത്ത് മുറിച്ചതിന് ശേഷം വരുന്നത്. ഇനി നമുക്ക് ബാക്കിലെ പീസ് ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. അതിന് വേണ്ടി കഴുത്തകലം 3, ഷോൾഡർ 3 മാർക്ക് ചെയ്യുന്നു. കഴുത്ത് ഞാൻ ഇറക്കവും 6 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു റൗണ്ട് കഴുത്താണ് ഞാൻ ബാക്കിൽ കൊടുക്കുന്നത്. അതിന് വേണ്ടി ഇതുപോലെ സ്ക്വയർ പോലെ വരച്ചിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്ത് നമുക്കിതുപോലെ കഴുത്ത് നമുക്ക് വരച്ചെടുക്കാം. ഷോൾഡറിൻ്റെ ഇറക്കം ഞാൻ 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഷോൾഡർ ആം ഹോൾ നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം വണ്ണം ഞാൻ 12.5 ഇഞ്ച്, 10 + 2.5 നമ്മൾ സീമിങ് അലവൻസോടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് വെച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ വീനെക്കിൻ്റെ അവിടെ നമ്മളൊരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ തയ്ച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം. ബാക്കിൽ ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് റൗണ്ട് ഇതുപോലെ തയ്ച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആലിയ കട്ടിൻ്റെ ആ ഫ്രണ്ടിലത്തെ ഫ്രില്ല് നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കാം. ഫ്രണ്ടിൽ ആ കയറിയിരിക്കുന്ന പോർഷനിൽ കൂടുതൽ ഗ്യാതറിങ് വരുന്നത് പോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സൈഡിലോട്ട് കുറവുള്ളതുപോലെ, കാരണം ക്ലോത്ത് കുറച്ചേ ഉള്ളായിരുന്നു. ഇങ്ങനെയാണ് തയ്ച്ച് കഴിഞ്ഞിട്ട് വരുന്നത്. ഇനി നമുക്ക് 2 ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവ്സ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കാം. ഞാൻ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഒരു ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ബൗൺസി ആയിട്ടിരിക്കാൻ വേണ്ടി, ടൈറ്റായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടി.
ആരും തന്നെ പഴയ ലോങ് ടോപ്പൊന്നും കളയണ്ട. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലാസോയുടെ കൂടെയോ ജീൻസിൻ്റെ കൂടെ ഇടാൻ വേണ്ടി ഒരു ഉഗ്രൻ ടോപ്പാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ഇങ്ങനത്തെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഇടണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.